ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കാൽനടയായുള്ള യാത്ര കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോവിലെ ലാംബാർഡ് സ്ട്രീറ്റിലേക്കും പിന്നെ ചൈന ടൗണിലേക്കുമാണ്. ഈ കാണുന്നതാണ് ലാംബാർഡ് സ്ട്രീറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂക്ക്ഡ് സ്ട്രീറ്റാണിത്. ഇതിന് 8 ഹെയർപിൻ വളവുകളുണ്ട്. വാഹനങ്ങളുടെ സുഗമമായ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് ഇത് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്നത്. ഇതുപോലെ വളവുകൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ താഴോട്ട് വാഹനങ്ങൾ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാകുമായിരുന്നു. ഇത് താഴേക്ക് ഇറങ്ങാൻ മാത്രമായിട്ടുള്ളതാണ്, അതായത് വൺ വേ ആണ്. ഞാൻ എൻ്റെ മുമ്പെയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേയധികം മൗണ്ടെയ്ൻസ് ഉള്ള സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. ഈ സ്ട്രീറ്റിൻ്റെ എല്ലാ വശങ്ങളിലും മനോഹരമായി ചെടികളും മറ്റു കൊച്ചു വൃക്ഷങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ട്രീറ്റിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് മനോഹരമായ കാഴ്ചകളാണ്. സാൻ ഫ്രാൻസിസ്കോ ബേയുടെ ബ്യൂട്ടിഫുൾ കാഴ്ചകൾ കൂടാതെ താഴെ പണിതിരിക്കുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ കാണുവാൻ പറ്റും. യാത്ര എപ്പോഴും എനിക്ക് ഏത് തരത്തിലുള്ളതായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒട്ടുമുക്കാലും ആൾക്കാർക്ക് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇവയൊക്കെ ഒരു ഓർമ്മയായി അവശേഷിക്കുമല്ലോ എന്നോർത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് സങ്കടം തോന്നാറുണ്ട്. എന്നിരുന്നാലും കാണുവാനും ആസ്വദിക്കുവാനും നിങ്ങളെയൊക്കെ കാണിക്കുവാനും പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് കാൽനടയായി പോകുന്നവർക്ക് സൗകര്യപ്രദമായ ഫുട്പാത്സ് ഉണ്ട്. ഞങ്ങൾ താഴെ ഒരു സൈഡിലൂടെ ഇറങ്ങി മറ്റേ സൈഡിലൂടെ മേലോട്ടും കയറി. വളരെ സ്ലോ ആയിട്ടാണ് വാഹനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് എല്ലാ വാഹനങ്ങളും ഓടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ലാംബാർഡ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ചൈന ടൗണിലേക്കുള്ള കാൽനടയാത്ര തുടർന്നു. നടന്നു പോകുവാനുള്ള അത്ര ദൂരമേ ഉള്ളൂ. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ സമയം പോകുന്നതും അറിയില്ലല്ലോ. കുന്നിറങ്ങി നടക്കുമ്പോഴെടുക്കുന്ന വീഡിയോ ആയതിനാൽ ആണ് ചില സ്ഥലങ്ങളിൽ ഷെയ്ക്ക് ആവുന്നത്.
ഞങ്ങൾ ഇപ്പോഴുള്ളത് ചൈന ടൗണിലാണ്. ഈ കാണുന്നതാണ് പ്രസിദ്ധമായ ഡ്രാഗൺ ഗേറ്റ്. ഇത് USA പഴക്കം ചെന്നതും ഏഷ്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ചൈന ടൗണും ആണെന്നാണ് പറയപ്പെടുന്നത്. വിദേശികളെയും തദ്ദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ചൈന ടൗൺ. മറ്റ് 2-3 സ്ഥലത്തെ ചൈന ടൗൺ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വൃത്തിയുള്ളതും മനോഹരമായിട്ടുള്ളതും ഇതാണെന്ന് എനിക്ക് തോന്നി. ഈ മേലെ കാണുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസ് എല്ലാ ചൈന ടൗണുകളുടെയും പ്രത്യേകതകളാണ്. ഇവിടം വരെ വന്ന് ഇതൊക്കെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മക്കായി ഞങ്ങൾ ചെറിയ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളുടെ കാൽനട യാത്ര ഇവിടെ വരെയുള്ളൂ. ഇനിയും കുറച്ചു ദൂരം പോയാലേ ഞങ്ങളുടെ കാർ പാർക്കിംഗ് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു റോബോട്ടിക് കാറിൻ്റെ സഹായം തേടി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. ഡ്രൈവർ ഇല്ലാതെയുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറ് ഇത് വേമോയുടേതാണ്. ടെക്സലിയും ഇത് നിർമ്മിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറും മറ്റ് സെൻസേഴ്സും ഉപയോഗിച്ച് ഓടുന്ന ഈ കാറിൽ കയറാൻ ആദ്യം പേടി തോന്നിയെങ്കിലും ഓടിത്തുടങ്ങിയപ്പോൾ, അതുകൂടാതെ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഇത് നല്ലൊരു യാത്രയായി തോന്നി.
അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാറിൽ കയറിയുള്ള യാത്ര തുടർന്നു. ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ ബൈ, സീ യു സൂൺ.